ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിൽ നടത്തുന്ന ആനസവാരി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ച് മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആനകളെ 15 ദിവസത്തിൽ കൂടുതൽ ജില്ലയിൽ നിർത്തരുതെന്ന നിർദ്ദേശവും പാലിക്കുന്നില്ല. കോടതി ഉത്തരവ് ലംഘിച്ച് ആനസവാരി കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കുമ്പോഴും ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം. കോടതി അലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട് ഗ്രീൻ കെയർ കേരള ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നു. ഇടുക്കി ജില്ലയുടെ വിനോദസഞ്ചാര മേഖലകൾ കേന്ദ്രീകരിച്ച നിരവധിയായ ആനസവാരി കേന്ദ്രങ്ങളാണ് ഒരനുമതിയുമില്ലാതെ പ്രവർത്തിക്കുന്നത്. അനുമതിയില്ല എന്നത് മാത്രമല്ല, ഹൈക്കോടതിയുടെ ഉത്തരവും കാറ്റിൽ പറത്തിയാണ് ഇവയുടെ പ്രവർത്തനം. ജില്ലയിലെ അടിമാലി, കുമളി, തേക്കടി, ദേവികുളം തുടങ്ങിയ മേഖലകളിൽ അനധികൃതമായി ആനസവാരി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതിനെതിരെ 2019 തൊടുപുഴ സ്വദേശി ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് പെർഫോമിംഗ് ആനിമൽ റൂൾസ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ആനകളെ മാത്രമേ ആനസവാരിക്കായി ഉപയോഗിക്കാവൂ എന്നും ഇത് ജില്ലാ കളക്ടർ ഉറപ്പാക്കണമെന്നും കോടതി ഉത്തരവിടുകയും ചെയ്തു. തുടർന്ന് ജില്ലയിലെ ആനസവാരി കേന്ദ്രങ്ങൾ അടച്ചിട്ടിരുന്നു. ഇതോടൊപ്പം മറ്റു ജില്ലകളിൽ നിന്ന് കൊണ്ടുവരുന്ന ആനകളെ 15 ദിവസത്തിൽ കൂടുതൽ ഇവിടെ നിർത്തരുതെന്ന നിർദ്ദേശവും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും നൽകിയിരുന്നു. എന്നാൽ ഇവ രണ്ടും ലംഘിച്ചാണ് അനധികൃതമായി ഇപ്പോഴും ആനസവാരി കേന്ദ്രങ്ങൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് 4 വർഷം മുമ്പ് ആനസവാരി പാടില്ല എന്നുള്ള ഉത്തരവിനെ മറികടന്നുകൊണ്ടാണ് സോഷ്യൽ ഫോറസ്ട്രി ഇടുക്കി ACFന്റെ അണ്ടറിലാണ് മൂന്നാർ, അതുപോലെ അടിമാലി, ഇരിട്ടുകാനുള്ള ആനസവാരി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇത് പരിശോധിക്കേണ്ടതും ഇത് നടത്തിക്കേണ്ടതും ഈ ഓഫീസാണ്. പക്ഷേ കോർട്ടലക്ഷ്യം ആയിട്ട് മാറിയിരിക്കുകയാണ്. ACF ആണ് ഇതിന് മൗന അനുവാദം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിനെ മറികടന്നുകൊണ്ട് നടത്തി വരുന്ന ഈ അനധികൃത ആനസവാരി കേന്ദ്രത്തിനെതിരെ കോർട്ടലക്ഷ്യവും അതുപോലെ ജില്ലാ കളക്ടർ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഇത് നിർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അനധികൃതമായി പ്രവർത്തിക്കുന്ന ആനസവാരി കേന്ദ്രങ്ങൾക്ക് സോഷ്യൽ ഫോറസ്ട്രി ഉന്നത ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നുവെന്നാണ് ഗ്രീൻ കെയർ കേരളയുടെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ വിവരാവകാശത്തിന് സോഷ്യൽ ഫോറസ്ട്രി ACF തെറ്റായ മറുപടി നൽകിയെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി K. ബുൽബേന്ദ്രൻ ആരോപിക്കുന്നു. ഉദ്യോഗസ്ഥ ഒത്താശയടക്കം ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ ഹൈക്കോടതിയെ തന്നെ സമീപിക്കുന്നതിനുള്ള നീക്കത്തിലാണ് ഗ്രീൻ കെയർ കേരള. ഒപ്പം വിജിലൻസ് അന്വേഷണവും വേണമെന്ന ആവശ്യവും ഗ്രീൻ കെയർ കേരള മുന്നോട്ട് വയ്ക്കുന്നു. സിറ്റി വിഷൻ, അടിമാലി.